യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് റഫീഖ് സാർ ഇന്ന് അവധിയാണ്, ലീവാണ്. അതുകൊണ്ട് സാറിന്റെ ക്ലാസ് ഉണ്ടാവില്ല. പകരം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില കൺസേൺഡ് ഭാഗത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. ഞാൻ ഏത് ഭാഗത്തു നിന്നാണെന്ന് നിങ്ങളോട് പറയണില്ല, ചോദ്യം തരാം. അപ്പൊ ഏത് ഭാഗമാണെന്ന് നിങ്ങൾക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയോ എന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: രാമ ആൻഡ് കൃഷ്ണ ആർ ബ്രദേഴ്സ്. സെന്റൻസ് ഇതാണ്: രാമ ആൻഡ് കൃഷ്ണ ആർ ബ്രദേഴ്സ്. ഇൻ ദിസ് സെന്റൻസ്, ഈ വാക്യത്തിൽ ആൻഡ് AND ആൻഡ് എന്ന ആ വാക്ക് എന്താണ്? ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ, അത് കൺജങ്ഷൻ ആണോ? ബി, ഇന്റർജെക്ഷൻ. സി, പ്രോനൗൺ. ഡി, അഡ്ജക്റ്റീവ്. കൺജങ്ഷൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, കൺജങ്ഷനിൽ നിന്നുള്ള ഏതാനും ചോദ്യങ്ങൾ ആദ്യം നിങ്ങൾക്ക് കുറച്ച് തരാം. നെക്സ്റ്റ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഐ ഹാവ് നെവർ met Osama bin Laden. I have never met Osama bin Laden. Dash, do I want to? Dash, do I want to? ഞാൻ ഒസാമ ബിൻ ലാദനെ കണ്ടിട്ടില്ല, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നുമില്ല എന്നാണ് വാക്യത്തിന്റെ അർത്ഥം. അവിടെ ആ ഡാഷ് എന്ന ഭാഗത്ത് നിങ്ങൾ ഇതില് ഏത് പദം ചേർക്കും, ഏത് കൺജങ്ഷൻ ചേർക്കും എന്നാണ് ചോദിക്കുന്നത്. നോർ, അതുപോലെ നീദർ, ഓർ, എയ്തർ. ഏത് ചേർക്കും? നോ. നിങ്ങൾ അവിടെ ചേർക്കേണ്ട കൺജങ്ഷൻ നോർ എന്നായിരിക്കും. ഇതാ, അതൊരു പ്രത്യേക പ്രയോഗമാണത്. ഐ ഹാവ് നെവർ മെറ്റ് ഒസാമ ബിൻ ലാദൻ. ഞാൻ ഒസാമ ബിൻ ലാദനെ കണ്ടിട്ടില്ല. നോർ ഡു ഐ വാണ്ട് ടു. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പൊ നമ്മള് അങ്ങനെ വാക്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഐ ഹാവ് നെവർ ഗോൺ ടു അമേരിക്ക. ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല. നോർ ഡു ഐ വാണ്ട് ടു. ഞാൻ പോവാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പൊ ആ നെവർ എന്ന് പറഞ്ഞ ആ സെന്റൻസിന് ശേഷം നോർ എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള സെന്റൻസ് ആണ് ഇത്. LDC കൊല്ലം 2013 LDCക്ക് ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്. നെക്സ്റ്റ്, ഗീത വർക്ക്ഡ് ഹാർഡ്. ഗീത വർക്ക്ഡ് ഹാർഡ്. ഡാഷ് not succeeded. Geeta worked hard. Dash not succeeded എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഡാഷ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഏത് കൺജങ്ഷൻ ചേർക്കും? ബട്ട് ഒന്ന്, ബി ആൻഡ്, സി ദാറ്റ്, ഡി ആസ്. ഏത് ചേർക്കും? ബട്ട്. അതായത് രണ്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ആണ് എന്ത്? ബട്ട്. നിങ്ങൾക്ക് കൺജങ്ഷനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞപ്പോ ഫാൻ ബോയ്സ് എന്ന ഒരു സംഭവം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ ഫാൻ ബോയ്സ്? അതില് ബി എന്ന് പറഞ്ഞാൽ ബട്ട് എന്നാണ്. നെക്സ്റ്റ്, അടുത്ത ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. ഡാഷ് വി വർ വെരി ബിസി വിത്ത് ദ റിഹേഴ്സൽ. ഡാഷ് വി വർ വെരി ബിസി വിത്ത് ദ റിഹേഴ്സൽ. വി ഡിഡ്ന്റ് ഹാവ് ഇനഫ് ടൈം ടു മീറ്റ് യു. ഞങ്ങൾ റിഹേഴ്സലുമായി ബന്ധപ്പെട്ട്
വളരെ തിരക്കായിരുന്നത് കൊണ്ട്. അപ്പോ അതുകൊണ്ട്, ആയതുകൊണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷനാണ് നിങ്ങൾ അവിടെ തിരഞ്ഞെടുക്കേണ്ടത്. അല്ല, ബിക്കോസ് ഓഫ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്നാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒന്ന് വെൻ എന്നാണോ, വൈൽ, അതുപോലെ ആസ്, ബിക്കോസ്. ഇവിടെ ആസ് എന്ന വാക്കാണ് ഉചിതമായിട്ടുള്ള വാക്ക്. As we were very busy with the rehearsal. ആസ് എന്ന് പറഞ്ഞാൽ ആയതിനാൽ, അതുകൊണ്ട് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ബിക്കോസ് എന്ന് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ബിക്കോസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വാക്യം തുടങ്ങാൻ പാടില്ല, ഒരു വാക്യം ആരംഭിക്കാൻ പാടില്ല ബിക്കോസ് ഉപയോഗിച്ചുകൊണ്ട്. ഉണ്ടോ? അങ്ങനെ ഒരു ശൈലി തന്നെ ഇംഗ്ലീഷിലുണ്ട്. യു ഷുഡ് നെവർ സ്റ്റാർട്ട് ഓർ ബിഗിൻ എ സെന്റൻസ് വിത്ത് ബിക്കോസ്. ബിക്കോസ് ഇസ് എ കൺജങ്ഷൻ. അപ്പോ ഇവിടെ ആസ് ആണ് ശരിയായ പ്രയോഗം. നെക്സ്റ്റ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഐ തിങ്ക് ഐ വിൽ സ്റ്റേ ഹോം ആൻഡ് വാച്ച് എ ഫിലിം dash it is raining. No, I think, ഞാൻ വിചാരിക്കുന്നു, I will stay at home. Sorry, I will stay home and watch a film. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും, ഒരു സിനിമ കാണും. dash it is raining, കാരണം ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഡാഷ് എന്ന ഭാഗത്ത് നിങ്ങൾ എന്ത് ചേർക്കും? But it is raining എന്നാണോ, since it is raining, അതുപോലെ and it is raining, of it is raining, നിങ്ങൾ ഏത് ചേർക്കും? Since, ആയതുകൊണ്ട്. സിൻസ് പറഞ്ഞാൽ സിൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാക്യങ്ങൾ ഉണ്ടാക്കാം. സിൻസ് ഉപയോഗിച്ച് ഒരു വാക്യം ആരംഭിക്കുകയും ചെയ്യാം. ഇപ്പോ സിൻസ് Rafiq is on leave, I am teaching you now. Since Rafiq is on leave, I am teaching you now. അവിടെ സിൻസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, സിൻസ് റഫീഖ് ലീവ് ആയതുകൊണ്ട്, ആയതുകൊണ്ട് എന്നർത്ഥം കിട്ടാൻ സിൻസ് എന്ന കൺജങ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൺജങ്ഷനിൽ നിന്ന് നമുക്ക് ഒരു ചോദ്യം കൂടി തരാം. ഡാഷ് the train is going to be an hour late. Dash the train is going to be an hour late. Let us go and get some coffee. ആ വാക്യം വായിച്ചിട്ട് ഏകദേശം അതിന്റെ ആശയം മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കൺജങ്ഷൻ ഉപയോഗിക്കാൻ കഴിയും എന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഉണ്ടോ? ട്രെയിൻ 1 മണിക്കൂർ വൈകി വരുന്നത് കൊണ്ട് നമുക്ക് let us go and get some coffee, നമുക്ക് പോയി അല്പം കോഫി കുടിക്കാം. ഇവിടെ ആയതുകൊണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് നേരത്തെ ഉപയോഗിച്ച പോലെ തന്നെ ഓപ്ഷനിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരും. ഒന്നാമത്തെ ഓപ്ഷൻ എ സിൻസ്, ഓപ്ഷൻ ബി while, option C then, option D had. ഇതിലേത് നിങ്ങൾ തിരഞ്ഞെടുക്കും? ഇവിടെയും സിൻസ് എന്നാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ വൈൽ എന്നത് നിങ്ങൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? വൈൽ, WHIL. വൈൽ എന്ന് പറഞ്ഞാൽ മലയാളത്തില് അതിന്റെ അർത്ഥം അതിനിടയിൽ. വൈൽ ഹി വാസ് സ്ലീപ്പിംഗ്. കാരണം വൈൽ ഉപയോഗിക്കുന്ന വാക്യങ്ങൾ മിക്കവാറും കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും പറയുന്നത്. കണ്ടോ? വൈൽ ഐ വാസ് ലേണിംഗ്, വൈൽ ഷീ വാസ് കുക്കിംഗ്. ആദ്യം വൈലിന് ചേർക്കുക, പിന്നെ സബ്ജക്റ്റ് എഴുതാം, പിന്നെ ING ഫോം, അതായത് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. ഇതാണ് ഒരു നിയമം. ഞാൻ വൈലിന്റെ ഉപയോഗം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇപ്പൊ പറഞ്ഞ വാക്യത്തില് സിൻസ് ആണ് ശരി. സിൻസ് ദ ട്രെയിൻ ഈസ് ഗോയിങ് ടു ബി ആൻ അവർ ലേറ്റ്,
Let us go and get some coffee. അപ്പോ കൺജങ്ഷനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് തന്നത്. നമുക്ക് ഓരോ ക്ലാസ്സുകളിലും അങ്ങനെ ചെയ്യാം. അടുത്തത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്നുള്ള ഏതാനും ചോദ്യങ്ങളാണ് നമുക്ക് തരുന്നത്. നോക്കാം, ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആൻസർ പറയാൻ കഴിയുമെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് കമല സെഡ് ഐ ആം ലേറ്റ്. ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ 2016 ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ്. ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് കമല സെഡ് ഐ ആം ലേറ്റ്. കമല പറഞ്ഞു ഞാൻ അല്പം വൈകിയാണ്. ഇതിന്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് ഏതാണെന്നാണ് ചോദ്യം. ചോദ്യം വായിക്കാം. കമല സെഡ് ദാറ്റ് she is late. Option A. Kamala said that she will late. Kamala said that she would late. Kamala said that she was late. Last option D ആണ് ശരിയായ ആൻസർ. ഓക്കെ, അത് ക്ലിയർ അല്ലേ? നിങ്ങൾക്കറിയാം ഇൻഡയറക്റ്റ് സ്പീച്ച് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഓർത്തിരിക്കേണ്ട ഏതാനും ചില നിയമങ്ങൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? ഡയറക്റ്റ് സ്പീച്ചില് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഇൻഡയറക്റ്റില് സിമ്പിൾ പാസ്റ്റ് ആവുന്നു. ഡയറക്റ്റ് സ്പീച്ചില് പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആവുന്നു, അല്ലേ? പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആവുന്നു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുന്നു. ഇനി ഡയറക്റ്റ് സ്പീച്ചില് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലോ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. എല്ലാ സാഹചര്യങ്ങളിലുള്ള ചില സാഹചര്യങ്ങൾ. അപ്പൊ ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കാം. ഇവിടെ ഐ ആം ലേറ്റ് എന്നുള്ളത് ഷീ വാസ് ലേറ്റ് എന്നായി മാറി, അല്ലേ? നെക്സ്റ്റ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. രാഹുൽ സെഡ്. ഇതും കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് 2016 ചോദിച്ചൊരു ചോദ്യമാണ്. രാഹുൽ സെഡ് ഐ ആം ഹംഗ്രി. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഓപ്ഷൻ വായിക്കാതെ തന്നെ അതിനെ നിങ്ങൾക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാവുന്നതാണ്. രാഹുൽ said that he was hungry. He was hungry. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഒന്നാണ്. എന്താ? രാഹുൽ സെഡ് ദാറ്റ് ഹി വാസ് ഹംഗ്രി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഹി കഴിഞ്ഞാൽ നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഐ ആം ഹംഗ്രി എന്നുള്ളത് അത് പ്രസന്റ് ടെൻസ് ആണ്. അതിനെ കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുമ്പോൾ വാസ് ഹംഗ്രി എന്നായിട്ട് മാറും. ഷിജിൻ വർഗീസ്. നെക്സ്റ്റ്, ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഒരു ചോദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന അതേ രീതിയിൽ തന്നെ ഞാൻ വായിക്കണമെന്നുള്ളൂ. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഒരു വാക്യം ഇനിയാണ് തരുന്നത്. ആ വാക്യത്തെ നിങ്ങൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണം. വാക്യം ഇതാണ്. ഐ വിൽ കം ടു യുവർ പാർട്ടി ടുമാറോ. ഐ വിൽ കം ടു യുവർ പാർട്ടി ടുമാറോ. ഒന്നുകൂടെ പറയോ? I will come. I will come
to your party, PARTY. To your party tomorrow. അതായത് ഞാനാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞു, അല്ലെ? ഇപ്പൊ ഐ സെഡ് എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഭാഗം നമുക്ക് ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് അത് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒന്നാണ്. ഏത്? ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെ ആദ്യ ഭാഗം നമ്മൾ തന്നെ കൂട്ടിച്ചേർക്കണം. അതായത് ഈ പ്രസ്താവന ആരാണ് പറഞ്ഞത്? ഞാൻ. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഐ സെഡ് ദാറ്റ്. ഞാനാണ് പറഞ്ഞത്. ഐ സെഡ് ദാറ്റ്. ഞാൻ എന്താ പറഞ്ഞത്? ഐ വിൽ കം ടു യുവർ പാർട്ടി ടുമാറോ. അപ്പോ ഐ സെഡ് ദാറ്റ്. ഐ എന്ന് തന്നെ വീണ്ടും ഉപയോഗിച്ചാൽ പോരെ? ഐ സെഡ് ദാറ്റ് ഐ വുഡ് കം ടു യുവർ പാർട്ടി ടുമാറോ എന്നുള്ളത് എന്തായിട്ട് മാറും? ദ നെക്സ്റ്റ് ഡേ എന്നായിട്ട് മാറും. Yes, I said that I would come to your party the next day. ആ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്? അതായത് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇതാണ്. ഡയറക്റ്റ് സ്പീച്ചില് ദിസ് ദാറ്റ് ആയിട്ട് മാറുന്നു. ദീസ് എന്നത് ദോസ് എന്നായിട്ട് മാറുന്നു. നൗ എന്നുള്ളത് then ആയിട്ട് മാറുന്നു. ഹിയർ there ആയിട്ട് മാറുന്നു. thus 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 എന്നുള്ളത് so എന്നായിട്ട് മാറും. എഗോ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എവിടെങ്കിലും. എഗോ എന്നുള്ളത് ബിഫോർ എന്നായിട്ട് മാറും. ടുഡേ എന്താവും? ടുഡേ ദാറ്റ് ഡേ എന്നായിട്ട് മാറും. ടുഡേ എന്നത് ദാറ്റ് ഡേ എന്നായിട്ട് മാറും. യെസ്റ്റർഡേ എന്നുള്ളതോ ദ പ്രീവിയസ് ഡേ എന്നോ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ എന്നോ, ദാറ്റ് ഡേ ദ ഡേ ബിഫോർ അല്ലെങ്കിൽ ദ പ്രീവിയസ് ഡേ. അപ്പോ ഈ മാറ്റങ്ങൾ എന്താണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്? റിപ്പോർട്ടഡ് സ്പീച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒന്നും കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കാനും മറക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോ ടുമാറോ എന്നുള്ളത് എന്തായിട്ട് മാറും? ടുമാറോ, ദ ഫോളോയിങ് ഡേ അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ഡേ. ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് മന്ത് എന്നൊക്കെ ഉള്ളത് ദ പ്രീവിയസ് മന്ത് എന്നോ ദ പ്രീവിയസ് വീക്ക് എന്നോ ഒക്കെ ആയിട്ട് മാറും. അതെ, ലാസ്റ്റ് വൺ ദ നെക്സ്റ്റ് വീക്ക് എന്നുള്ളത് ദ ഫോളോയിങ് വീക്ക് എന്നായിട്ട് മാറും. ദ ഫോളോയിങ് വീക്ക്. ആ മാറ്റങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതായത് ടെൻസിൽ വരുന്ന മാറ്റങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ ഇത് പോയിന്റർ വേർഡ്സ് ആയിട്ടുള്ള ഈ വാക്കുകൾ അവയിൽ വരുന്ന മാറ്റങ്ങളും കൂടി ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഒരു എക്സാമ്പിൾ കൂടി നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്ക് സ്വയം പറയാൻ കഴിയുമോ നോക്കാം. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. വാക്യം ഇനിയാണ് പറയണത്. മഞ്ജു സെയ്സ്. മഞ്ജു സെയ്സ്. ശ്രദ്ധിക്കണം. മഞ്ജു സെയ്സ് ഐ ലൈക്ക് പ്ലേയിങ് ഗെയിംസ്. ഐ ലൈക്ക് പ്ലേയിങ് ഗെയിംസ്. ഇവിടെ നിങ്ങൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും നേരം നമ്മൾ കണ്ട വാക്യങ്ങളിലെല്ലാം ഇൻട്രൊഡക്ടറി വെർബ് സെഡ്, ടോൾഡ് അങ്ങനെയുള്ള പാസ്റ്റ് ടെൻസ് ആയിരുന്നു. ബട്ട് ഇപ്പറഞ്ഞ വാക്യത്തില് മഞ്ജു സെയ്സ് എന്നാണ് പറയുന്നത്. പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ഇൻട്രൊഡക്ടറി വെർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ആ ഡയറക്റ്റ് സ്പീച്ചിലെ ടെൻസ് മാറ്റേണ്ടതില്ല. അപ്പൊ നമ്മൾ എങ്ങനെ പറയുന്നത്? മഞ്ജു says that she likes playing games. No, Manju says that she likes playing games.
ഓക്കെ, അപ്പോ അടുത്ത ഒരു ഓപ്ഷൻ വായിക്കാം, അടുത്തൊന്ന് വായിക്കാം. അടുത്തതായിട്ട് വൈൽ ചേഞ്ചിങ്, ഒരു വാക്യം പറയണ്ട. ഹി സേസ് ഹി വാസ് റെഡി. ഹി സേസ് ഹി വാസ് റെഡി എന്ന ഈ ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? എവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക, ഹി സേസ് എന്നുള്ളത് മാറ്റാൻ പാടില്ല. ഉണ്ടോ? സേസ് എന്ന ആ വെർബ്, അതിന്റെ ടെൻസ് ഒരിക്കലും മാറ്റാൻ പാടില്ല. കാരണം verb of the tense of the introductory verb should never be changed according to our will. അതെങ്ങനെയാണോ that should be retained as such, അതുപോലെ തന്നെ നിലനിർത്തിക്കൊള്ളണം. അപ്പോ he says that, he says that ഇവിടെ he was ready എന്ന് പറയോ, he had been ready എന്ന് പറയോ? He says that he was ready. ഉണ്ടോ? നോക്കാം. അടുത്ത ഒരു വാക്യം കൂടി നിങ്ങളോട് പറയാം. നേഹ സെറ്റ്, നേഹ പറഞ്ഞു, അലാസ് ഐ ഹാവ് ലോസ്റ്റ് മൈ ഡയമണ്ട് ബാങ്കിൾ. കഷ്ടം, അലാസ് എന്ന് പറഞ്ഞാൽ കഷ്ടം അല്ലെങ്കിൽ ഒരു ആശ്ചര്യം, അത്ഭുതം എന്നിവ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇന്റർജക്ഷണൽ സൗണ്ട് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, നിങ്ങളിവിടെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റേണ്ടത് ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസിനെയാണ് നിങ്ങൾക്ക് മാറ്റേണ്ടത്. അലാസ് ഐ ഹാവ് ലോസ്റ്റ് മൈ ഡയമണ്ട് നെക്ലസ്. അല്ലേ? ഈ വാക്യം നമ്മൾ എങ്ങനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റും? അലാസ് എന്ന് പറഞ്ഞാൽ കഷ്ടം, എക്സ്ക്ലൈംഡ് വിത്ത് സോറോ. അപ്പൊ നേഹ എക്സ്ക്ലൈംഡ് വിത്ത് സോറോ, നേഹ ദുഃഖത്തോടെ പറഞ്ഞു. ദാറ്റ് ഇവിടെ ചേർക്കാം. ദാറ്റ് ഷീ, അല്ലെ? നേഹ എന്നത് ഫെമിനിൻ ജെൻഡർ ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രോനൗൺ ഷീ എന്നായിരിക്കും. അപ്പൊ നേഹ സെഡ് വിത്ത് സോറോ ദാറ്റ് ഷീ ഹാവ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഹാഡ്. ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഡയമണ്ട് നെക്ലസ്, സോറി ഡയമണ്ട് ബാങ്കിൾ. നെക്സ്റ്റ് ഞാൻ അടുത്ത ഒരു ചോദ്യം തരാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് 2013 LDC ഇടുക്കി ജില്ലയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. The beggar said to Ramu. The beggar said to Ramu. ആ യാചകൻ രാമുവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? Give some water, അല്ലെങ്കിൽ give me some water. ഈ വാക്യം നമ്മൾ എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റും? ബഗർ രാമുവിനോട് അപേക്ഷിക്കുകയല്ലേ ചെയ്തത്. അപ്പോ സെഡ് ടു എന്നുള്ളത് നമ്മൾ എന്തായിട്ട് മാറ്റണം? റിക്വസ്റ്റഡ് എന്നായിട്ട് മാറ്റണം, അല്ലെ? ദ ബഗർ റിക്വസ്റ്റഡ് രാമു. ദ ബഗർ റിക്വസ്റ്റഡ് രാമു. ഇത് എന്ത് തരത്തിലുള്ള സെന്റൻസ് ആണത്?
ഗിവ് മീ സം വാട്ടർ എന്നുള്ളത് ഏത് 4 ടൈപ്പ് സെന്റൻസുകളിൽ ഏത് ടൈപ്പ് സെന്റൻസ് ആണ് അത്? ഇമ്പരറ്റീവ്. ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. നിങ്ങൾ ഓർക്കണ്ടോ എന്ന് എനിക്കറിയില്ല. ഇമ്പരറ്റീവ് സെന്റൻസ് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ആ സെന്റൻസിന്റെ വെർബിന് മുന്നിലായി ടു എന്ന് മാത്രം ചേർത്താൽ മതി, അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ദ ബഗർ റിക്വസ്റ്റഡ് രാമു ടു ഗിവ് സം വാട്ടർ. ടു ഗിവ് മീ സം വാട്ടർ എന്നാണെങ്കിൽ ആ മീ എന്നുള്ള ഹിം എന്നായിട്ട് മാറും. ഇവിടെ മീ എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ടു ഗിവ് സം വാട്ടർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. The doctor said to the patient. നിങ്ങൾ ശ്രദ്ധിക്കണം. The doctor said to the patient. ഡോക്ടർ പേഷ്യന്റിനോട് പറഞ്ഞു. Give up smoking. Give up smoking. പുകവലി ഉപേക്ഷിക്കൂ. ഇത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് 2017 ചോദിച്ചൊരു ചോദ്യമാണ്. ഇപ്പൊ ഡോക്ടർ രോഗിയോട് പറഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. സാധാരണ ഡോക്ടർ പേഷ്യന്റിനെ എന്ത് ചെയ്യും? അഡ്വൈസ് ചെയ്യണത്. അപ്പൊ നമ്മള് സെഡ് ടു എന്നുള്ള ആ ഇൻട്രോഡക്ടറി വെർബ് അഡ്വൈസ്ഡ് എന്നാക്കി മാറ്റണം. എങ്ങനെ സാധിക്കും? ദ ഡോക്ടർ അഡ്വൈസ്ഡ് ദ പേഷ്യന്റ്. അഡ്വൈസ് എന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രപ്പോസിഷൻസ് ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. അതായത് ടു, ഇൻ, ബൈ, ഓൺ ഒന്നും ഉപയോഗിക്കരുത്. The doctor advised the patient to give up smoking. To give up smoking. നമുക്ക് ഓരോ ക്ലാസ്സുകളിലായിട്ട് ഓരോ ഭാഗം, ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്ന് ഒരു 5-6 ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഓരോ ഭാഗത്തും നമ്മൾ ഇങ്ങനെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് അടുത്ത ഒരു ഭാഗം ഏതാണെന്ന് വെച്ചാൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന ആ ഭാഗത്ത് നിന്നാണ് അടുത്തായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ തരാൻ പോണത്. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാൻ ഞാനിവിടെ. അത് ഇതിനു മുമ്പ് 2014 ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒന്നാണ്. ക്വസ്റ്റ്യൻ അതാണ്. ജാക്ക് ഈസ് ഡാഷ് ദാൻ ഹിസ് ബ്രദർ. ജാക്ക് ഈസ് ഡാഷ് ദാൻ ഹിസ് ബ്രദർ. അവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ക്ലവറർ, ക്ലവർ, മോർ ക്ലവറർ, ക്ലവറസ്റ്റ്. ഇതില് ഏത് പദം ഉപയോഗിക്കും? യെസ്, ജാക്ക് ഈസ് ക്ലവറർ ദാൻ ഹിസ് ബ്രദർ. അപ്പോ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള മാർഗം, ഒരു വാക്യത്തിൽ ദാൻ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ കമ്പാരിറ്റീവ് ഫോം ഉപയോഗിക്കാവൂ. ക്ലവറിന്റെ 3 ഫോംസ്: ക്ലവർ പോസിറ്റീവ്, ക്ലവറർ കമ്പാരിറ്റീവ്, ക്ലവറസ് സൂപ്പർലേറ്റീവ്. അപ്പൊ ജാക്ക് ഈസ് ക്ലവറർ ദാൻ ഹിസ് ബ്രദർ, അല്ലേ? അപ്പൊ ദാൻ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കമ്പാരിറ്റീവ് ഫോം ഉപയോഗിച്ചോളണം. നെക്സ്റ്റ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ പറയാം. എലിഫന്റ് ഈസ് ദ ഡാഷ് ആനിമൽ ഓൺ ലാൻഡ്. ഓപ്ഷൻ ബിഗ്ഗസ്റ്റ്, ബിഗർ, ബിഗ്, നൺ ഓഫ് ദീസ്. അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ബിഗ്ഗസ്റ്റ് എന്നായിരിക്കും. കാരണം ഇതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊന്നാണ്, ഒരു വാക്യത്തിൽ ദ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഉപയോഗിക്കേണ്ടത് സൂപ്പർലേറ്റീവ് ഫോം ഓഫ് അഡ്ജക്റ്റീവ് ആയിരിക്കും. അപ്പോ എലിഫന്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്. Cheetah is the fastest animal on land.
അല്ലേ? നെക്സ്റ്റ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ ഇതാണ്, ദിസ് റൂം ഈസ് ഡാഷ് ദാൻ ദ അതർ. അവിടെയും ദാൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കുക. ആ ഓപ്ഷനിൽ കമ്പാരിറ്റീവ് ഡിഗ്രി ഏതാണെന്ന് പറയണം. ഇതാ, ആ ഓപ്ഷൻ വായിച്ചിട്ടില്ല, ഓപ്ഷൻ വായിക്കിട്ട് എന്നിട്ട് നിങ്ങൾ ആൻസർ പറഞ്ഞാൽ മതി. ദിസ് റൂം ഈസ് സെയിം. ഓപ്ഷൻ എ വേഴ്സ്റ്റ്, WORST, വേഴ്സ്, WORSC. ഡി വൾസർ. വൾസർ എന്ന ഒരു പ്രയോഗമില്ല. വേഴ്സ് ഇവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് WORSC, വേഴ്സ് എന്ന വേർഡാണ്. കാരണം വേഴ്സിന്റെ മറ്റു രണ്ട് ഡിഗ്രീസ് ഏതൊക്കെയാണ്? ബാഡ്, കമ്പാരിറ്റീവ് ഡിഗ്രി. വേഴ്സ്, സോറി, ബാഡ്, പോസിറ്റീവ് ഡിഗ്രി. വേഴ്സ്, കമ്പാരിറ്റീവ് ഡിഗ്രി. വേഴ്സ്. അതിന്റെ ആ വേർഡിന്റെ ഒരു ഡിഗ്രിയാണ് ആ പറയുന്നത്. ബാഡ് എന്ന് പറഞ്ഞാൽ മോശമായ, വേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മോശമായ, വേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ, അതിലും അപ്പുറത്ത് മോശമായ ഒരു സംഭവം ഇല്ല. യെസ്, ഓക്കെ. അപ്പോ അടുത്ത ഒരു ചോദ്യം, ഇതും ലോ ഡിപ്പാർട്ട്മെന്റ് 2015 ചോദിച്ചൊരു ചോദ്യമാണ്. ദ സൂപ്പർലേറ്റീവ് ഫോം ഓഫ് ലിറ്റിൽ, LITTLE. ലിറ്റിൽ എന്നുള്ളതിന്റെ സൂപ്പർലേറ്റീവ് ഫോം ഇതില് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന് ലിറ്റിൽസ്റ്റ് എന്നിവിടെ തന്നിട്ടുണ്ട്, അങ്ങനെ ഒരു പദമില്ല. ഓപ്ഷൻ ബി ലീസ്റ്റ്, LEAST. അടുത്തത് മോസ്റ്റ് ലിറ്റിൽ. നൺ ഓഫ് ദീസ്. ലീസ്റ്റ് എന്നതാണ് ശരിയായ വാക്ക് അവിടെ. കാരണം നോക്കാം, ലിറ്റിൽ, ലെസർ, ലീസ്റ്റ്, അതാണ് ലിറ്റിലിന്റെ 3 ഫോംസ്. പോസിറ്റീവ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ്. അപ്പൊ ലീസ്റ്റ്, ദ സൂപ്പർലേറ്റീവ് ഫോം ഓഫ് ലിറ്റിൽ ഈസ് ലീസ്റ്റ്, LEAST. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി പറയാം. നീറ is one of the dash girls in our school. Neera is one of the dash girls in our school. അവിടെ ദ എന്ന് കണ്ടിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കാം. അതിനുശേഷം സൂപ്പർലേറ്റീവേ ഉപയോഗിക്കാവൂ. അപ്പൊ ഓപ്ഷനിലേക്ക് നോക്കുക ഏതൊക്കെയാണ് സൂപ്പർലേറ്റീവ്. ഒന്ന് ഇവിടെ ബെറ്റർ, 2 ബെസ്റ്റ്, 3 ഗുഡ്, 4 ബാഡ്. അപ്പൊ ഇവിടെ നമ്മള് ബെസ്റ്റ് എന്ന വേർഡാണ് ഉപയോഗിക്കേണ്ടത്. നീര ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗേൾസ് ഇൻ അവർ സ്കൂൾ. ഓക്കെ, അതുപോലെ മറ്റൊരു ഉദാഹരണമാണ്. ഇപ്പൊ വൺ ഓഫ് ദ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതുപോലെ പറയാവുന്ന 2011 കോട്ടയം LDCയിൽ ചോദിച്ച ചോദ്യം, ഡൽഹി ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ. ചോദ്യം ഇതാണ്, മീൻസ് ഡൽഹി ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ എന്ന ആ വാക്യം, ദാറ്റ് മീൻസ്, ആ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. അതിലേതാണ് ശരിയായെന്ന് നിങ്ങൾ പറയാൻ നോക്കാം. ഒന്ന്, ഡൽഹി ഈസ് ദ ബിഗ്ഗസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ. അപ്പൊ ചോദ്യം നോക്കിയേ നിങ്ങൾ, ഡൽഹി ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ. വൺ ഓഫ് ദ ഉപയോഗിക്കുമ്പോൾ
ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. വൺ ഓഫ് ദ എന്നുള്ളതിന് ശേഷം ഒരു പ്ലൂറൽ നൗൺ ആയിരിക്കണം. അതിനെ തുടർന്ന് വെർബ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് സിംഗുലർ ആയിരിക്കണം. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് കമ്മിങ് ടുഡേ. അപ്പൊ ഇവിടെ ഡൽഹി ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ എന്ന വാക്യത്തിന്റെ മലയാള അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ നഗരങ്ങളിൽ, ഇന്ത്യയിലെ വലിയ നഗരങ്ങളിൽ ഒന്നാണ് ഡൽഹി. ഡൽഹിയെ പോലെ മറ്റു നഗരങ്ങളും ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഈ വാക്യത്തിന്റെ ഇംഗ്ലീഷ് ഡെഫിനിഷൻ എന്താണെന്ന് ഓപ്ഷൻ വായിക്കാം. ഡൽഹി ഈസ് ദ ബിഗ്ഗസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ എന്നാണ്. There are cities bigger than Delhi. ഡൽഹിയേക്കാൾ വലിയ പട്ടണങ്ങളുണ്ട് എന്നുള്ളതാണ്. Very few cities in India are as large as Delhi എന്നാണ്. No other city in India no other city is bigger than Delhi. ഇതില് ഏതാണ് അതിന്റെ ആൻസർ എന്ന് നിങ്ങൾ പറയണം. ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. വെരി ഫ്യൂ സിറ്റീസ് ഇൻ ഇന്ത്യ ആർ ആസ് ബിഗ് ആസ് ഡൽഹി. നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇന്റർചേഞ്ച് ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. അതായത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള ഒരു വാക്യത്തെ കമ്പാരിറ്റീവിലേക്കും പോസിറ്റീവിലേക്കും മാറ്റാൻ അതിന്റെ സ്ട്രക്ചർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ നമുക്ക് അത്രയും പറഞ്ഞാൽ മതി. നെക്സ്റ്റ്, ഇഫ് ക്ലോസിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ. അത് എല്ലാം നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. നോക്കട്ടോ. അപ്പൊ ഇഫ് ക്ലോസ് പറയുമ്പോൾ ഇഫ് ക്ലോസിൽ ഉപയോഗിക്കുന്ന ടെൻസുകളുടെ പ്രത്യേകത കൂടി നിങ്ങൾ മനസ്സിലാക്കാം. എന്താ ഇഫ് ക്ലോസില് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വിൽ, ഷാൽ, ക്യാൻ, മേ അങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടായിരിക്കും. ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ് അങ്ങനെയുള്ള വാക്കുകളായിരിക്കും ഓക്സിലിയറീസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇഫ് ക്ലോസില് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ, അത് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും ഉണ്ടാവുന്നത്. അത്ര ഓർത്തിരുന്നിട്ട് വേണം. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ തരാം. ഇഫ് ഐ ഫൈൻഡ് യുവർ പാസ്പോർട്ട്, ഇഫ് ഐ ഫൈൻഡ് യുവർ പാസ്പോർട്ട് ഐ ഡാഷ് ഇറ്റ് ടു യു. അവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. I send it to you, I would send, I will send, I would have sent. ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും ശരി? I will send it to you. നെക്സ്റ്റ്, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. If you dash me, if you dash me, I would come with you. ഇതിന്റെ ആൻസർ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഐ വുഡ് കം വിത്ത് യു. ഐ വുഡ് കണ്ടാ, വുഡ് എന്ന് പറഞ്ഞ വാക്ക് കണ്ടാൽ ഇഫ് ക്ലോസിൽ എന്തായിരിക്കും? പാസ്റ്റ് ടെൻസ് ആയിരിക്കും. പാസ്റ്റ് ടെൻസ് ഇവിടെ ഓപ്ഷൻ വായിക്കാം. ഇഫ് യു കോളിംഗ് എന്നാണോ? ഇഫ് യു കോൾഡ് മീ, ഇഫ് യു കോൾ, ഇഫ് യു കോൾസ്. ഇവിടെ ഇഫ് യു കോൾഡ്, CALLED. കോളല്ല, കോൾഡ്. കാർത്തിക, കോൾ എന്നല്ല കോൾഡ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഇഫ് ക്ലോസിൽ മെയിൻ ക്ലോസിൽ വുഡ് എന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇഫ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. നെക്സ്റ്റ്,
പത്തനംതിട്ട 2013 ചോദിച്ചൊരു ചോദ്യമാണ്. പത്തനംതിട്ട ജില്ലയിലെ LDC. If you had worked hard, you dash a first class. ഇവിടെ you will get, you may get, you would have got, might get. ഇതിൽ ഏതായിരിക്കും ശരി? No. If you had worked hard, അല്ലെ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ലൈഫ് ക്ലോസിൽ, അപ്പൊ would have got എന്നായിരിക്കും ഉപയോഗിക്കേണ്ടത്. You would have got a first class. If I had won the lottery, dash a millionaire. അതായത് ഓപ്ഷൻ വായിക്കാം. I will become a millionaire എന്ന് പറയൂ. I had become, I would have become, I would become, I would have become. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഇഫ് ക്ലോസിൽ had പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്തായിരിക്കും? would have പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടായിരിക്കും. ഇനി കൂടാണ്ട് മറ്റൊരു കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ച് കൂടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിനെ സീറോ കണ്ടീഷണൽസ് എന്നാണ് പറയുന്നത്. അവിടെ സീറോ കണ്ടീഷണൽസിലെ ഒരു പ്രത്യേകത, അതില് ഇഫ് ക്ലോസിലും അതുപോലെ മെയിൻ ക്ലോസിലും ഒരേ ടെൻസ്, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെ ആയിരിക്കും. കാരണം എന്താണ്? ഈ ക്ലോസ് ഉപയോഗിക്കുന്നത്, ഈ സെന്റൻസ് ഉപയോഗിക്കുന്നത് ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ പൊതുവായ സത്യങ്ങളെ കുറിച്ച് പറയാൻ, സത്യം അവതരിപ്പിക്കാനാണ്. If you throw a ball in the air, it comes back down. അവിടെ രണ്ടിടത്തും പ്രസന്റ് ടെൻസ് ആണ്. If you throw, it comes. അപ്പൊ it will come എന്ന് അവിടെ പറയണ്ട. അപ്പൊ അതിൽ നിന്നൊരു ചോദ്യം ചോദിക്കാം. We get tired if we dash get enough sleep. If we dash get enough sleep. നമുക്ക് വേണ്ടുവോളം ഉറക്കം കിട്ടിയില്ല എങ്കിൽ നമ്മൾ ക്ഷീണിതരാവും. അവിടെ if we won't get എന്ന് പറയോ, if don't get എന്ന് പറയോ, haven't get, did get, ഏതായിരിക്കും നിങ്ങൾ പറയണത്? we get tired. എന്ത് പറയും നിങ്ങള്? we don't get enough sleep. If we don't get enough sleep. അപ്പൊ കണ്ടീഷണൽസില് അത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോഴും കൂടി വ്യക്തമായിട്ട് പറയാം. പിന്നെ ഈ PSC പരീക്ഷയില് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് ലേ, LAY, ലേ, അതുപോലെ ലൈ, LAY, ലേ, മറ്റൊന്ന് LIE. ഇവയുടെ വിവിധ രൂപങ്ങളെ കുറിച്ച് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണത്. അതിന്റെ ING രൂപവും നോക്കൂ. ആദ്യം തന്നെ ലൈ എന്ന വാക്കെടുക്കാം നമുക്ക്. LIE. ലൈ എന്ന് പറഞ്ഞാൽ നുണ പറയുക എന്നാണ് ആ അർത്ഥത്തിൽ അത് ഉപയോഗിക്കുക. അപ്പൊ നുണ പറയുക എന്ന അർത്ഥത്തിൽ ലൈ ഉപയോഗിച്ചാൽ അതിന്റെ പാസ്റ്റ് ടെൻസ് ലൈഡ് എന്നാണ്, നുണ പറഞ്ഞു. പാസ്റ്റ് പാർട്ടിസിപ്പിളും ലൈഡ് എന്ന് തന്നെ. അതിന്റെ ING ഫോം നോക്കിയാൽ നിങ്ങള് LYING എന്നായിരിക്കും എഴുതി വെച്ചെവിടെങ്കിലും. നുണ പറയുക എന്ന അർത്ഥത്തിൽ ലൈ ഉപയോഗിച്ചാൽ പാസ്റ്റ് ടെൻസ് ലൈഡ് എന്നും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലൈഡ് എന്ന് തന്നെയാണ്. ING ഫോം വെർബൽ നൗൺ LYING എന്നായിരിക്കും.
he lied to me, or he was unable to lie convincingly. ലൈയുടെ ആ 3 രൂപങ്ങളും ING ഫോം മനസ്സിലായല്ലോ. കൂടാതെ ഈ ലൈ എന്ന വാക്ക് കിടക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അപ്പോ അതിന്റെ പാസ്റ്റ് ടെൻസ് ലേ എന്നാണ്, LAY. പാസ്റ്റ് പാർട്ടിസിപ്പിളോ ലൈൻ എന്നാണ്, LAIN. കണ്ട, അത്രയും വ്യത്യാസമുണ്ട്. പലപ്പോഴും പല ആളുകൾക്കും മാറിപ്പോവാറുള്ള ഒന്നാണുള്ളത്. അപ്പൊ ലൈ എന്ന് പറഞ്ഞാൽ കിടക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ പാസ്റ്റ് ടെൻസ് ലേ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ലൈൻ, LAIN. ING ഫോം എന്ന് പറഞ്ഞാൽ ലൈയിങ് എന്ന് തന്നെയാണ്. ഇപ്പൊ he lies in bed, or he lay in bed. He lay in bed എന്ന് പറഞ്ഞാൽ അവൻ ബെഡിൽ കിടന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ കിടക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ ലൈ ഉപയോഗിക്കുമ്പോൾ അതിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും മാറിപ്പോയരുത്. ലൈ, ലേ, ലൈൻ, ലൈയിങ്. അടുത്ത വേർഡാണല്ലോ ലേ എന്ന് പറഞ്ഞൊരു വേർഡുണ്ട്. ലേ എന്ന് പറഞ്ഞാൽ കിടത്തുക, മറ്റാരെങ്കിലും ചെയ്യണത്. കിടത്തുക എന്ന അർത്ഥത്തിലാണ് ലേ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. കിടത്തുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ പാസ്റ്റ് ടെൻസ് ലെയ്ഡ് എന്നാണ്, LAID. She laid the baby in the cradle. She laid the baby in the cradle. അവൾ കുട്ടിയെ കളിത്തൊട്ടിൽ കിടത്തി. ഉണ്ടോ? ലെയ്ഡ്, LAID ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും ലെയ്ഡ് എന്ന് തന്നെ. എന്നാൽ വെർബൽ നൗണിന്റെ സ്പെല്ലിംഗ് നോക്കിയേ, LAYING എന്നായിരിക്കും. അത് വളരെയധികം മാറിപ്പോണമെന്നാണ്. അപ്പൊ ലേ എന്ന് പറഞ്ഞ വാക്കിന് പല മീനിങ് ഉണ്ട്. കിടത്തുക, നിരത്തുക, വിരിക്കുക, പതിക്കുക, വയ്ക്കുക, അതുപോലെ മുട്ടയിടുക. ഈ ഏതർത്ഥത്തിൽ ഉപയോഗിച്ചാലും ഇതിന്റെ പാസ്റ്റ് ടെൻസ് ഏത് അർത്ഥത്തിൽ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഏതർത്ഥത്തിൽ ലേ എന്ന വാക്ക് ഉപയോഗിച്ചാൽ അതിന്റെ പാസ്റ്റ് ടെൻസ് എപ്പോഴും ലെയ്ഡ് എന്ന് മാത്രമായിരിക്കും. പാസ്റ്റ് പാർട്ടിസിപ്പിളും ലെയ്ഡ് എന്ന് തന്നെ ആയിരിക്കും. ING ഫോം LAYING എന്നായിരിക്കും. ഇപ്പൊ നിരത്തുക എന്ന അർത്ഥത്തിൽ നമുക്ക് ആ വേർഡ് ഉപയോഗിക്കാം. ലേ ദ ചെയേഴ്സ്, കസേരകൾ നിരത്തു. ലേ ദ ടൈൽസ് ഓൺ ദ ഫ്ലോർ. അതുപോലെ വിരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചാൽ ലേ ദ കാർപ്പറ്റ്, കാർപ്പറ്റ് വിരിക്കൂ. പതിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും ലേ ടൈൽസ്, ലേ ബ്രിക്സ്. അതുപോലെ വെക്കുക, പുട്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. പുട്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചാൽ അതിന്റെ എക്സാമ്പിൾ ഇതാണ്, ലേ ഇറ്റ് ഓൺ ദ ടേബിൾ, ലേ ദാറ്റ് ബുക്ക് ഓൺ ദ ടേബിൾ. ആ ബുക്ക് മേശപ്പുറത്ത് വയ്ക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഇതിന്റെ ഒരു എക്സെപ്ഷണൽ യൂസ് ആണ് മുട്ടയിടുക. അപ്പോഴും പാസ്റ്റ് ടെൻസ് ലെയ്ഡ് എന്നാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ലെയ്ഡ് എന്നാണ്, ലേയിങ് എന്നാണ്. LAYING ആണ് ING ഫോം. അപ്പോ ദ ഹെൻ ലെയ്ഡ് 2 eggs this morning. The hen laid 2 eggs this morning. ഇന്ന് രാവിലെ ആ കോഴി 2 മുട്ടയിട്ടു. അപ്പൊ അതൊന്നും നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ, എവിടെയെങ്കിലും എഴുതി വെച്ചത് അത് മനസ്സിലാക്കാം. അപ്പോ
അടുത്ത ഭാഗം ഏതാണെന്ന് നോക്കട്ടെ. നമുക്ക് അടുത്തായിട്ടൊരു കാര്യം ചെയ്യാം. സെന്റൻസ് കറക്ഷൻ. അത് നല്ല ചോദ്യങ്ങളിലൊന്നാണ്. എന്താ, പക്ഷെ സെന്റൻസ് കറക്ഷൻ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറിലെ എല്ലാ വിഷയങ്ങളെയും സാമാന്യമായി നിങ്ങൾക്ക് അതിൽ അറിവുണ്ടായിരിക്കണം. അതായത് സാമാന്യമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമറിലെ എല്ലാ ഭാഗങ്ങളിലെയും സാമാന്യ അറിവിനെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ സാമാന്യ അതായത് വിവിധ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, കോൺകോഡ് പറഞ്ഞു തന്നിട്ടില്ലേ? അതുപോലെ ടെൻസ്, ആർട്ടിക്കിൾസ്, പാസീവ് വോയിസ് ആൻഡ് ആക്റ്റീവ് വോയിസ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ഒരു വാക്യം വായിക്കാം. സുനിൽ സാറിന്റെ ക്ലാസ് അല്ലായിരുന്നു ഇന്ന്? എന്തോ? സുനിൽ സാറിന്റെ ക്ലാസ് അല്ലായിരുന്നു, ശനിയാഴ്ചയല്ലേ? ഇന്ന് അതാ ഞാൻ നേരത്തെ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞുള്ളത്. റഫീഖ് സാർ ഇന്ന് ലീവാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇതാ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. എറണാകുളം ജില്ലയിലെ 2005 LDC ചോദിച്ച ചോദ്യം കൂടിയാണത്. വിച്ച് 4 സെന്റൻസ് തന്നിട്ട് 4 ഓപ്ഷൻ. നമ്മുടെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഇസ് റോങ്? താഴെ 4 സെന്റൻസ് തന്നിട്ടുണ്ട്. അതില് തെറ്റായ സെന്റൻസ് ഏതാണെന്ന്. ഒന്നാമത്തെ സെന്റൻസ് വായിക്കാം. വൺ ഓഫ് ദ ബോയ്സ് നോ ദ ആൻസർ. KNOW. അത് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം തെറ്റാണ്. കാരണം എന്താ? വൺ ഓഫ്, നേരത്തെ പറഞ്ഞാണ്, വൺ ഓഫ് ദ കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന നൗൺ പ്ലൂറൽ ആയിരിക്കണം, ബോയ്സ്. അത് ശരിയാണ്. വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നോസ് എന്ന് എഴുതിയാലേ വാക്യം ശരിയാവുള്ളൂ. അതാണ് തെറ്റായ സെന്റൻസ്. അടുത്ത 4 ഓപ്ഷൻ വായിച്ചു നോക്കാം. ദ ആക്സിഡന്റ് ടുക്ക് പ്ലേസ് 2 days ago. അത് ശരിയാണ്. ആക്സിഡന്റ് 2 ദിവസം മുമ്പാണ് നടന്നത്. മൈ റൂം ഈസ് അപ്സ്റ്റേഴ്സ്. എന്റെ മുറി മുകളിലെ നിലയിലാണ്. മുകളിലെ നിലയിലാണ് എന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്സ്റ്റേഴ്സ് എന്ന വേർഡാണ്. ഇൻ ദ അപ്സ്റ്റേഴ്സ് എന്ന് ഉപയോഗിക്കരുത്. കാരണം അപ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആഡ്വർബ് ആണ്. അതിനു മുമ്പില് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, പ്രൊപ്പോസിഷൻസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. എന്താ? ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അത് ശരിയായ വാക്യമാണ്. അതിലെ തെറ്റ് ഒന്നാമത്തെ സെന്റൻസ് ആണ്, അല്ലേ? നെക്സ്റ്റ് അടുത്ത ഒരു വാക്യം പറയണം. ഇത് 2009 മെയിൽ വാർഡൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. 4 സെന്റൻസ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായ സെന്റൻസ് ഏതാണെന്ന് തിരഞ്ഞെടുക്കും. ഓപ്ഷൻ ഒന്നാമത്തത്, ഹി കെയിം ബാക്ക് യെസ്റ്റർഡേ. ഹി കെയിം ബാക്ക് യെസ്റ്റർഡേ. അവൻ ഇന്നലെ വന്നു. ആ വാക്യം ശരിയല്ലേ? കാരണം സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ വാക്യമാണ്. ആക്ഷൻ നടന്ന സമയവും തന്നിട്ടുണ്ട്. അപ്പൊ ആ വാക്യം ശരിയാണ്. നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. ഹി ഹാസ് കം ബാക്ക് യെസ്റ്റർഡേ. അത് തെറ്റാണ്. കാരണം ഹാസ് കം എന്ന പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണത്. അവിടെ അത് റീസെന്റ്ലി കംപ്ലീറ്റഡ് ആക്ഷനെ കാണിക്കാനാണ്. ഇവിടെ യെസ്റ്റർഡേ എന്ന് പറഞ്ഞ വാക്ക് അതിനോടൊപ്പം ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണ്. ഹി ഈസ് കമ്മിങ് ബാക്ക് യെസ്റ്റർഡേ. അത് പൂർണ്ണമായും തെറ്റാണ്. ഹി കംസ് ബാക്ക് യെസ്റ്റർഡേ. ഇതിൽ ശരിയായ സെന്റൻസ് ഓപ്ഷൻ എ ആണ്. അടുത്ത നല്ലൊരു ചോദ്യമാണ്.
In which part of the sentence is the error? അതായത് എ ബി സി ഡി എന്ന് ഓരോ ഓപ്ഷനിൽ ഓരോ ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. അതെല്ലാം കൂടി നമ്മൾ കൂട്ടി വായിച്ചു നോക്കണം. അപ്പോഴാണ് മിസ്റ്റേക്ക് മനസ്സിലാവുള്ളൂ. ഓപ്ഷൻ എ ഇതാണ്. He told B, the option B, me that he will. He told me that he will never repeat the mistake. 4 ഓപ്ഷൻ ആണത്. ഇതില് he told എന്നത് ഒന്നാമത്തെ ഭാഗം, രണ്ടാമത്തത് me that he will, ഓപ്ഷൻ സി never repeat, D the mistake. ഇതിൽ ഏത് ഭാഗത്താണ് തെറ്റ്? ഓപ്ഷൻ ബിയിലാണ് തെറ്റ് അല്ലേ? കാരണം എന്താണ്? ഹി ടോൾഡ് മീ ദാറ്റ് ഹി വിൽ എന്നല്ല വുഡ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് പഠിച്ചില്ല. അതൊക്കെ അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമുക്ക് പല വിഭാഗങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി പറയാം. വിച്ച് ഈസ് ദ കറക്റ്റ് സെന്റൻസ്? അതായത് ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും കണ്ട് ചോദിച്ചിട്ടുള്ളതാണ്. വലിയ ടഫ് ആയിട്ടുള്ള ഒന്നുമല്ല. നോക്കാം. ദ ചിൽഡ്രൻ ഹാഡ് ബെറ്റർ വെയർ ദർ കോട്ട്സ്. യു ഹാഡ് ബെറ്റർ ടു കൺസൾട്ട് എ ഡോക്ടർ. ദ ഡ്രൈവർ ഹാഡ് ബെറ്റർ wore seat belts. WORE, wore. I had not better to be late. ഇതിൽ ശരിയായ സെന്റൻസ് ആദ്യത്തെ സെന്റൻസ് ആണ്. കാരണം ഹാഡ് ബെറ്റർ എന്ന് കഴിഞ്ഞാൽ വെർബിന്റെ ആദ്യത്തെ ഫോമേ ഉപയോഗിക്കാവൂ. ടു, ഓൺ അങ്ങനെയുള്ള യാതൊരു പ്രപ്പോസിഷനും അതിൽ ഉപയോഗിക്കാൻ പാടില്ല. ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപദേശമോ ഒരു ഡയറക്ഷനോ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അപ്പൊ ചിൽഡ്രൻ ഹാഡ് ബെറ്റർ വെയർ ദർ കോട്ട്സ്. കുട്ടികള് അവരുടെ കോട്ടുകൾ ധരിക്കുന്നതാണ് നല്ലത്. ടു പാടില്ല. യു ഹാഡ് ബെറ്റർ ടു കൺസൾട്ട് എന്ന് പറയാൻ പാടില്ല. അല്ലെ, ചിൽഡ്രൻ ഹാഡ് ബെറ്റർ ടു വെയർ എന്ന് പറയരുത്. അപ്പോ അതാണ് ചോദ്യങ്ങൾ. ഇതുപോലെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, നമുക്ക് അടുത്ത ക്ലാസ് എന്നാണോ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. നിങ്ങൾ കുറച്ച് പ്രിപ്പയർഡ് ആവാം. നിങ്ങളോട് ചോദിക്കണതിനെ പറയാം. ഹോമോണിംസ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് പറഞ്ഞതുണ്ട്. ഹോമോണിംസ് ഇല്ല. അപ്പൊ അടുത്ത ദിവസം നിങ്ങളോട് ഫ്രൈസൽ വെർബ്സ് ചോദിക്കും. അതുപോലെ സിനണിംസ്, ആന്റണിംസ് ചോദിക്കും. പിന്നെ ഫോബിയ ആൻഡ് മാനിയ, പിന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങളോട് വൊക്കാബുലറി സെക്ഷനിൽ നിന്നാണ് ചോദിക്കുന്നത്. ഇത്തവണ ഗ്രാമർ സെക്ഷനിൽ നിന്നാണ് ചോദിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വൊക്കാബുലറി സെക്ഷനിൽ നിന്ന് ചോദിക്കാം. അപ്പോ ഇന്ന് നമുക്ക് ക്ലാസ് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടിരിക്കുന്നു. Then we will meet in the next class. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Good job.